ഇതിനു മുമ്പ് ഏത് സിനിമയൊക്കെ ചെയ്തിട്ട് പുതിയ അനുഭവങ്ങൾ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും? ഞാൻ റീസെൻ്റ് ആയിട്ട് ഒരു ചെറിയ തമിഴ് പടത്തിൽ ലീഡായിട്ട് ചെയ്തു. അത് റിലീസ് റെഡിയായി നിൽക്കുകയാണ്. ഡബിങ്ങും അതിൻ്റെ ഓഡിയോ ഫംഗ്ഷൻ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കോയമ്പത്തൂർ. അവിടെ അത് കഴിഞ്ഞിട്ട് നിൽക്കുന്നു. പിന്നെ ലീഡായിട്ട് ഇപ്പോൾ ഇവിടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഫ്രഞ്ച് കിസ് എന്ന് പറഞ്ഞ് പൃഥ്വിരാജ് വാസു എന്ന് പറയുന്ന ഡയറക്ടർ, പുള്ളി എന്നെ വെച്ചിട്ട് ഒരു എന്നെയും മെറിൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റിനെയും കൂടി വെച്ചിട്ട് ഒരു ആഡ് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ ഫസ്റ്റ് ഡയറക്ടോറിയൽ ഡെബ്യൂട്ടാണ്. ലൈക്ക് ആസ് എ റൈറ്റർ ആൻഡ് ഡയറക്ടർ. ഫ്രഞ്ച് കിസ് എന്നാണ് ടൈറ്റിൽ. ഹരിത പറക്കോടാണ് ലീഡായിട്ട് ചെയ്യുന്നത്. പിന്നെ അനാർക്കലി മരിക്കാരുടെ അമ്മ ഉണ്ടല്ലോ, ലാലി ചേച്ചിയുണ്ട്. കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. അതിൻ്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞു, സെക്കൻഡ് ഷെഡ്യൂൾ വെയിറ്റ്. ഇപ്പോൾ സിനിമകൾ നടക്കുന്ന സമയത്ത് ത്രൂ ആയിട്ട് ഒരു സെറ്റിൽ നിന്ന് വേറെ സെറ്റിലേക്ക് അങ്ങനെയുള്ള ചാൻസുകളൊക്കെ അതിനെക്കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത്? ഇല്ല, ഞാൻ കുറച്ച് ഈ സിനിമ അബ്രാമിൻ്റെ സന്തതികൾ നമുക്കറിയത്തില്ല. ആ സമയത്ത് നമ്മൾ കൊണ്ടുവന്നപ്പം നമ്മളെന്തോ വലിയ സംഭവമാണ്, ഇപ്പോൾ ഉടനെ ലൈക്ക് കിക്കാസ് പരിപാടിയാണെന്നുള്ളത് ഒരു മിഥ്യാധാരണയൊക്കെ നമുക്കുണ്ടായിരുന്നു. പിന്നെ ചാനൽ ചെയ്ത് പോയ കുറേ പരിപാടികളുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാം പറ്റുമല്ലോ. എഴുതും, പാട്ട്, തിരക്കഥ. അപ്പം ഇതൊന്നുമില്ല. ആക്ടിങ് അതിൽ മാത്രം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അതിനിപ്പോൾ അങ്ങനെ ആയിരിക്കും. ഇതുവരെ എഴുതി വെച്ചിട്ടുള്ള എന്തെങ്കിലും അവിടെ ഉണ്ട്. അതുമല്ലോ ആവാണ്. നിങ്ങൾ പറഞ്ഞല്ലേ നിങ്ങൾ എഴുത്തൊക്കെ നിർത്തിയത്, പിന്നെന്താ നിങ്ങളുടെ ഇതിൽ വരുന്നത്? ഓൾറെഡി ഉള്ള സംഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ ആവുകയാണെങ്കിൽ ഉണ്ട്. പുതിയതായിട്ടൊരു കഥ ഉണ്ടാക്കുവോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പരിപാടി ഇനി ഉണ്ടാവില്ല. ഇപ്പൊ ഏതെങ്കിലും പടം പ്രൊഡ്യൂസ് ഒക്കെ ചെയ്തോ? അല്ലെ, പ്രൊഡ്യൂസ് ചെയ്തോ? ഇല്ല, ഞങ്ങൾ ടെക്കി ബ്രെയിൻ ഫിലിംസ് എന്ന് പറഞ്ഞ് ടെക്കീസ് ആയിട്ടുള്ള ഞങ്ങൾ കുറച്ച് പേര് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ കമ്പനി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്തൊരു പരിപാടിയാണ് ടെക്കി ബ്രെയിൻ ഫിലിംസ് എന്ന് പറഞ്ഞ്. ഞങ്ങൾ ഷോർട്ട് ഫിലിംസ്, ആഡ് ഫിലിംസ് ഒക്കെ ചെയ്ത് അങ്ങനെ അത് ബാംഗ്ലൂർ മിററിലും ടൈംസ് ഓഫ് ഇന്ത്യയിലും ഒക്കെ വന്നിട്ടുള്ളതാണ് ഞങ്ങളെക്കുറിച്ചുള്ള ആർട്ടിക്കിൾസ്. ആ സമയത്ത് അങ്ങനെ ഒരു 10 ഷോർട്ട് ഫിലിം കഴിഞ്ഞിട്ട് സിനിമ എന്നൊക്കെ ഉറപ്പായിട്ടും പ്ലാൻ ചെയ്ത് ഇരുന്ന സമയത്താണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അപ്പം കുറച്ച് നേരത്തെ നമുക്ക് കാരണം കുറച്ച് നേരത്തെ സിനിമയിലേക്ക് എത്തി എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും ഞാനിവിടെ എത്തിയേനെ എന്നുള്ള കാര്യമുണ്ട്. മേ ബി ഒരു 10 കൊല്ലം കൂടി എടുത്തേനെ. JSK കഴിഞ്ഞ് വേറെ അടുത്ത മൂവീസ് എന്തെങ്കിലും വരാനുണ്ടോ? അതോ ഞാൻ മറ്റേ ഇന്റർവ്യൂവിൽ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞ ഒന്ന് വിളിച്ച് കൺഫർമേഷൻ മേടിച്ചിട്ട് പറയാം. ഞാൻ ഒരു കന്നഡ സൂപ്പർ സ്റ്റാറിൻ്റെ പടം ഉണ്ട്. അത് ഇമ്മീഡിയറ്റ് ഷൂട്ട് ഉള്ള ഒരു പരിപാടിയാണ്. എൻ്റെ ഡയറക്ടറുമായിട്ടൊക്കെ നല്ല കണക്ഷനാണ്. ഡെയിലി ഓൾമോസ്റ്റ് ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇതുവരെ എടുത്തതിൻ്റെ ഔട്ട് ഞാൻ കുറച്ച് കണ്ടു. KGF ലെവൽ അതിന് മുകളിലുള്ളൊരു പരിപാടിയാണ്. ബാക്കി ഡീറ്റെയിൽസ് പതുക്കെ ഞാൻ പറയാം. എന്തായാലും ഞാൻ നല്ല ഹാപ്പിയാണ്. അപ്പോൾ ഞാനിന്ന് പുള്ളിയെ വിളിച്ച് ചോദിച്ചിട്ട് അടുത്തതിനകത്ത് പേര് ഉൾപ്പെടെ പറഞ്ഞോട്ടെ എന്ന് ചോദിച്ച് പെർമിഷൻ മേടിച്ചിട്ടാണെങ്കിൽ ഞാൻ പറയാം. അല്ലെങ്കിൽ ചിലപ്പോൾ പുള്ളി ആ മെയിൻ സൂപ്പർ സ്റ്റാർ ഇതുവരെ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇതേത് യവൻ എൻ്റെ കൂടെ എപ്പോ എന്ന് ചോദിച്ചാൽ തീർന്നില്ലേ. അതാണ്. അപ്പോൾ ഡയറക്ടറിന്റെ പെർമിഷൻ എടുത്തിട്ട്